അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ മഴയത്ത് ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പരാതി. മധുവിന് സമാനമായ കേസ് എന്ന് പരാമർശിക്കുന്നു. എന്താ ബ്രദറിന്റെ പേര്? സിജു. എന്താ ഉണ്ടായത്? ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിന് മുമ്പില് വട്ടൻചാടി എന്ന് പറഞ്ഞിട്ടാണ് സംഭവം നടക്കുന്നത്. ഞാൻ ഇങ്ങനെ പണിക്ക് പോയിട്ട് വരുന്ന വഴിയിലായിരുന്നു സംഭവം. പണിക്ക് പോയിട്ട് വരുന്ന വഴി ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണ് വണ്ടി വരികയാണ്, ലോഡ് എടുത്തിട്ട് വരികയാണ് വണ്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് കാല് തട്ടി വീണപ്പോ അവര് ചെറുതായിട്ടൊന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത്ര അളവ് കഴിച്ചു പോകുന്നേ ഉള്ളൂ, പുഴന്ന് കയറി പോകുന്നേ ഉള്ളൂ. അപ്പോഴാണ് കാലുതട്ടി വീഴുകയും വണ്ടി വരികയും അവര് വന്ന് നീ ഏത് അപ്പന്റെ റോട്ടിൽ കൂടെ, ഏത് നായിന്റെ പോലെയാണ് അപ്പൻ ഈ റോട്ടിൽ കൂടെ നടക്കുന്നതെന്നും പറഞ്ഞു. തെറി വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഏത് നായിന്റെ അപ്പന്റെ റോട്ടിൽ കൂടെ നല്ല നടക്കുന്നത് ഞാനും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്നിട്ട് എന്നെ തെറി വിളിക്കുന്നത് മൈരെന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ ഒന്ന് വിളിച്ചപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മോന്തക്കിട്ട് ഒരു അടിയും തന്നു. ഇവിടേക്കിട്ട് ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വരുന്നത്. കൂടെ ആരും പുഴയിൽ തനിയെ വന്ന് കഴിച്ചിട്ട് കയറി വരികയായിരുന്നു. ഇങ്ങനെ വരുന്ന വഴിയിലായിരുന്നു സംഭവിച്ചത്. അവര് കഴുത്തിൽ വന്ന് പിടിക്കുകയും മോന്തക്കിട്ട് അടി തരികയും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആ സിറ്റുവേഷനിൽ എന്റെ നിലയൊക്കെ തെറ്റിപ്പോയി. നില തെറ്റിയായാലും അടുത്തൊരു കല്ലുണ്ടായിരുന്നു. കല്ല് അവനെ എറിയാൻ പോയതാണ്. ഞാൻ അപ്പത്തെ ഒരു മൈൻഡിൽ അവനെ എറിയണ്ടെന്ന് വെച്ചിട്ട് മാറി എറിഞ്ഞാണ് കല്ല് മാറി എറിഞ്ഞതും വണ്ടിയിൽ തട്ടി, ബോണത്തിൽ തട്ടി ചില്ലിക്ക് തെറിച്ചു പോയി. കല്ല് തെറിച്ചു പോയി. അതില് ചില്ല് പൊട്ടിയില് മറ്റവന് കലിപ്പായതില് അവന് മറ്റവൻ ക്ലീനറിനോട് കയറെടുത്തിട്ട് വരാൻ പറഞ്ഞു. കയറെടുത്തിട്ട് കെട്ടിയിടാൻ പറഞ്ഞു. കെട്ടിയിട്ടു. ഞാൻ അപ്പത്തെ സിറ്റുവേഷനിൽ കെട്ടിയിട്ട് ഞാൻ അപ്പൊ തന്നെ ഇമാര് പറയുകയും അപ്പൊ തന്നെ ഇതൊക്കെ ചെയ്യുകയും ഇമാര് കെട്ടിയിട്ട് മോന്തക്കിട്ട് അടിക്കുകയും അപ്പൊ തന്നെ എന്റെ ബോധം പോയി. പോസ്റ്റിലാണോ കെട്ടിയിട്ടത്? പോസ്റ്റിലാണ്, അടുത്തുണ്ടായിരുന്ന പോസ്റ്റിലാണ്. വലിച്ചുകൊണ്ട് പോയി കെട്ടിയിടുകയും എന്റെ പാതി ബോധത്തിൽ ഞാൻ നിൽക്കുകയാണ്. അടിച്ചടിയില് ആൽക്കഹോളും കുറച്ച് മൊത്തത്തിൽ എനിക്ക് കറങ്ങാൻ തുടങ്ങി. ആ അവസ്ഥയിലാവുകയും അവിടുത്തെ എന്റെ നാട്ടുകാരാണ്. നാട്ടുകാര് കാണുകയും എന്നെ അറിയുന്നവര് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് രാത്രി 2 മണിയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് ബോധം വരുമ്പോഴാണ് എനിക്ക് ബോഡി നല്ല പെയിൻ എടുക്കാൻ തോന്നിയത്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പൊ ഈ നിന്റെ നാട്ടുകാര് വന്ന് താങ്കളോട് സംസാരിച്ച് താങ്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ വണ്ടിക്കാർ എവിടെയായിരുന്നു? വണ്ടിക്കാര് അവിടെ ഉണ്ട്. നിന്ന് എത്ര മണിക്കൂർ അവിടെ കെട്ടിയിട്ടുണ്ടാവും? ഏകദേശം 4 മണിക്ക് തുടങ്ങിയാണ്. 4 മണി ഏകദേശം ഒരു 5 മണിയാകുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. 5 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു അരമണിക്കൂർ കൂടുതൽ കെട്ടിയിട്ടു. മഴ ഉണ്ടായിരുന്നു? മഴ മുഴുവൻ നനഞ്ഞാണ് നിന്നിരുന്നത്. ശരീരത്ത് ഡൗസർ മാത്രമേ ഉള്ളൂ, ഒരു ഷോർട്ട്സ് ഉണ്ടാകും, അത് മാത്രമേ. ബാക്കി ഡ്രസ്സൊക്കെ അവന്മാര് വലിച്ചു കയറി. താങ്കൾ ഇട്ടിരുന്ന ഡ്രസ്സ് അവര് വലിച്ചു കയറി. ബനിയൻ ഉണ്ടായിരുന്നു, ആ ബനിയൻ കഴിച്ചു. മുണ്ടഴിഞ്ഞു പോയി. വെറും അടിവസ്ത്രം ഇട്ട് നിങ്ങളെ പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലി എന്നാണ് പറയുന്നത് അല്ലെ? ഇതിന് മാത്രം പ്രകോപനം ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ അതിനു മാത്രം തെറി വിളിച്ചിരുന്നു അവരെ? ഇല്ല, അതിന് മാത്രം അങ്ങനെ തെറി വിളിച്ചില്ല. അവര് വിളിച്ചതിന് ഞാൻ മറുപടി അങ്ങോട്ട് നല്ല പറഞ്ഞു. അവരാണ് താങ്കൾ ആദ്യം തെറി വിളിച്ചത്. അപ്പൊ അതിന് മറുപടി പറഞ്ഞു. അപ്പൊ പ്രകോപിതരായി താങ്കൾ ആക്രമിച്ചു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. 1 മണിക്കൂറോളം കെട്ടിയിട്ടു. നിങ്ങളെ കൊണ്ടുവരാൻ നാട്ടുകാരെന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്? നാട്ടുകാരെന്ന് വെച്ചാൽ അവിടുത്തെ റേഷൻ കടത്തെ ഏട്ടനും പിന്നെ അച്ഛനെ അറിയുന്ന കൂട്ടുകാരനും അങ്ങനെയാണ് വന്നത്. അപ്പോ ഇവരൊന്നും ഈ പറയുന്ന ഡ്രൈവർമാരോട് എന്തിനാണ് മർദ്ദിച്ചതെന്ന് ചോദിച്ചില്ലേ? ഇല്ല, അവര് ആ നിമിഷം നമ്മളൊരു കെട്ടിയിട്ടിരിക്കുകയല്ലേ, നമ്മൾ രക്ഷിക്കാനല്ലേ നോക്കുക. പെട്ടെന്ന് എടുക്കുക, പോവുക. കുറെ നേരം അവര് ഇങ്ങോട്ട് അടുത്ത് വിടാതെ നോക്കി. എന്റെ അവര് മാറ്റി നിർത്തിയിട്ടാണ് എന്നെ പെട്ടൊക്കെ അയച്ചിട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. ഈ സമയത്ത് ഈ വീഡിയോ പുറത്തു വരാൻ വേണ്ടി വീഡിയോ എടുത്തിരുന്നില്ലേ? അത് ഇവർ തന്നെ നിങ്ങളെ തല്ലിയിട്ട് സന്തോഷിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണോ? ക്ലീനറാണ് വീഡിയോ എടുക്കുന്നത്. അവർ താങ്കളെ തല്ലിട്ട് അത് കാണാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കുകയാണ്. തല്ലുന്ന വീഡിയോ എടുത്തില്ല, ഈ കെട്ടിയിട്ട് അവര് പറയുന്നതാണ് അവര് വീഡിയോ എടുത്തത്. അവര് താങ്കൾ പറയുന്ന കാര്യങ്ങൾ മാത്രം വീഡിയോ എടുത്തിട്ട് അവര് ചെയ്ത തെറ്റ് മറച്ചു വെക്കാൻ ശ്രമിച്ചു. എന്നെ തല്ലിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കെട്ടിയിട്ട് വലിച്ചത് മാത്രമേ അത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അവര് മനഃപൂർവ്വം താങ്കളാണ് തെറ്റുകാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അല്ലെ?
ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് ശരീരാരോഗ്യമൊക്കെ? ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എക്സ്റേ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ ചെറിയ ജോയിന്റ് കേറിപ്പോയി അടിച്ചടിയിൽ. അടിച്ചു കയറി പോയിട്ടുണ്ട് അല്ലേ? ഇവിടെ കേറിപ്പോയി. എക്സ്റേ എടുക്കാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അധികം വാ തുറക്കാൻ പറ്റില്ല. തൊണ്ട ഫുഡ് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ മേലെ ഇറങ്ങാം. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. എത്ര ദിവസം റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും എളുപ്പം സുഖപ്പെട്ടു വരട്ടെ. ഒരു കേസ് പൂർണ്ണമാവുന്നത് വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും കേൾക്കുമ്പോഴാണ്. വാദിഭാഗത്തെ നമ്മൾ ഈ വീഡിയോയിലൂടെ കേട്ട് കഴിഞ്ഞു. ഇനി പ്രതിഭാഗത്തെ കൂടെ കേൾക്കുമ്പോഴാണ് ഈ വീഡിയോ പൂർണ്ണമാവുന്നത്. ആ വീഡിയോയ്ക്കായി കാത്തിരിക്കൂ.